ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഭക്തിനിർഭരമായ സമാപ്തി. ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുള്ള ആറാട്ട് ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്ത് നടന്നു. രാജഭരണകാലത്തെ സ്മരണകൾ ഉണർത്തുന്ന ആചാരപ്പൊലിമയോടെയായിരുന്നു ആറാട്ടെഴുന്നള്ളിപ്പ്. കടൽ തിരമാലകൾ ഭഗവാന്റെ പാദസ്പർശനത്തിനായി കാത്തുനിന്ന മുഹൂർത്തം. ശംഖുമുഖത്തെ പാലാഴിയിൽ ഭക്തലക്ഷങ്ങളെ സാക്ഷിയാക്കി ശ്രീ പത്മനാഭസ്വാമി ആറാടി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടവഴി ഘോഷയാത്ര പുറത്തിറങ്ങിയത്. സ്വർണ്ണഗരുഡ വാഹനത്തിൽ ശ്രീ പത്മനാഭനും വെള്ളിവാഹനങ്ങളിൽ നരസിംഹമൂർത്തിയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും എഴുന്നള്ളി. ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ പള്ളിവാളേന്തി എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ഘോഷയാത്രയുടെ പാത തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവള റൺവേക്ക് ഉള്ളിലൂടെയായതിനാൽ വൈകിട്ട് 4:45 മുതൽ രാത്രി 9 മണിവരെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. കനത്ത ചൂടിന് ആശ്വാസമാകാൻ ആറാട്ട് കടന്നു പോകുന്നതിന് തൊട്ടു മുൻപായി റൺവേയിലെ ചൂട് കുറക്കാൻ എയർപോർട്ട് അതോറിറ്റി ഫയർ ടെൻഡർ ഉപയോഗിച്ച് നനച്ചു. ഘോഷയാത്ര ശംഖുമുഖം ആറാട്ട് മണ്ഡപത്തിലെത്തിയതോടെ തന്ത്രി തരണനല്ലൂർ പ്രദീപ് നമ്പൂതിരിയുടെയും പെരിയ നമ്പിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ സമുദ്രത്തിൽ വിഗ്രഹങ്ങൾ ആറാടിച്ചു. രാത്രി ക്ഷേത്രത്തിൽ നടന്ന കൊടിയിറക്കത്തോടെ 10 ദിവസം നീണ്ട പൈങ്കുനി ഉത്സവത്തിന് പരിസമാപ്തിയായി. വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ട് കലശത്തോടെ ചടങ്ങുകൾ പൂർത്തിയാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.